ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഫോർട്ട് കൊച്ചി കാണാൻ പോകുന്നു 30. അപ്പോൾ ഞങ്ങൾ മുറി പൂട്ടി ഇറങ്ങിയിരിക്കുന്നു. ഇനി സാന്ദ്ര ഇപ്പോൾ ഓട്ടോയും വിളിച്ച് വരും കേട്ടോ. സാന്ദ്രനെ കാണിച്ചു തരാം. അവൾ ഓൺ ദി വേ ആണ്. നമ്മൾ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ കയറിയാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഡേ 1 at എറണാകുളം എങ്ങനെ ഉണ്ടായിരുന്നു? ഗൈസ് അടിപൊളിയായിരുന്നു. കിരണിന്റെ ഹോം സ്റ്റേ അതിനേക്കാൾ ഗംഭീരം. ഇന്നലെ അവിടെ ചെന്നിട്ട് എത്തി കിടന്നുറങ്ങി. അവൻ രാവിലെ എണീറ്റ് 7 മണിയായപ്പോൾ പോയി. ഞാനിപ്പോൾ റൂമിൽ ഒറ്റയ്ക്കായി. വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു. കിരൺ ഒരു ജോലിക്കാരനാണ്. അപ്പോൾ അവന് 7 മണിക്ക് 5-6 പിള്ളേരെ അല്ല, എത്ര പിള്ളേരെ? അവനൊരു ക്ലാസ്സിന് എടുക്കുന്നുണ്ട്. അവനൊരു ടീച്ചറാണ്, ട്യൂഷൻ എടുക്കുന്ന ടീച്ചറാണ്. ട്യൂഷൻ സെന്ററിൽ പോകണം അവന്. അതുകൊണ്ടാണ് അവനിനി രാത്രി 9:30 ആകുമ്പോഴേ ഇനി തിരിച്ചെത്തത്തുള്ളൂ. ഹീസ് എ ഹാർഡ് വർക്കിംഗ് മാൻ. ഞങ്ങളെപ്പോലെ അല്ല. അങ്ങനെ എത്തിയിട്ടുണ്ട്. സാൻഡ്ര ഒരുങ്ങി ഒരു എത്തിയിരിക്കുന്നു. ഇനി ഫോർട്ട് കൊച്ചി ഞങ്ങൾ ഹൈക്കോടതിയിൽ ടിക്കറ്റ് എടുത്ത് പോകാൻ. സാൻഡ്ര അപ്പുറത്തിരിപ്പുണ്ട് അങ്ങേറ്റത്ത്. ഇന്ന് ഞാൻ നിഷ്കോയുടെ ഒഫീഷ്യൽ ക്യാമറാമാനാണ്. ഇന്നെല്ലാം ഞാൻ എടുത്ത് കണ്ടന്റ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. അല്ലേ നിഷ്കു? ഞാൻ ഡെറിക്കിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, നല്ലതാ. ഇത് എവിടെയായിരുന്നു സ്ഥലം? ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി പോട്ടെ, മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവ് ആണ് ഗൈസ്. ഇവിടെ നമ്മൾ മറൈൻ ഡ്രൈവിൽ വാട്ടർ മെട്രോ കയറാൻ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ആരും വരാൻ പറഞ്ഞാൽ ഗായും ലയും വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അവർ വന്നു കഴിയുമ്പോൾ നമ്മൾ പോകും. സാന്ദ്ര പറയൂ, ആരാ വരാൻ പോണെന്ന്? ഗായും ലയും വരുന്നുണ്ട്. രണ്ടുപേരും നോർത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവർ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. അതെ, ചെരുപ്പൊക്കെ ഊരി പോകുന്നുണ്ട്. ഇതാണ് മറൈൻ ഡ്രൈവ്. വാട്ടർ മെട്രോയ്ക്കുള്ള ക്യൂ ആണ് ഗൈസ്. ഇത്രയും പരിതാപകരമാണ് നമ്മുടെ വാട്ടർ മെട്രോ ക്യൂ. ഞങ്ങൾക്ക് കഴപ്പാണ്. 31-ാം തീയതി ഞങ്ങൾ ഫോട്ടോ ചെയ്യാൻ പോകണം. ആരാ വന്നേക്കണേ? നട്ടുച്ചയ്ക്ക് ഞങ്ങളെ ഡെറിക്കും ഗായത്രിയും കൂടി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. 40 മിനിറ്റ് ആയിട്ട് നമ്മളിപ്പോ മെട്രോ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ടിരിക്കും. പരിസരം ഇതാണ് എൻട്രൻസ്, വാട്ടർ മെട്രോ എൻട്രൻസ്. എൻ്റെ അകത്ത് കൂടിയാണ് ബോട്ടിലോട്ട് കയറുന്നത്. ഇതാണ് ക്യൂ. അവിടെ വരെ ഉണ്ട് ക്യൂ. ഇൻസൈഡ് ഓഫ് ദ മെട്രോ. ഏതെങ്കിലും ഇരുന്നു. ഇതാണ് മെട്രോൻ്റെ അകത്ത്. ഞങ്ങളിവിടെ നിന്നു. വാട്ടർ മെട്രോയിൽ കയറിയിരിക്കുന്നു ഗൈസ്. അതെ, ഞാൻ ഫസ്റ്റ് ടൈമാണ്. കാല് വയ്യാത്തൊരു കൊച്ചിനെ കാണിച്ചത്. ഡിസേബിൾഡിന്റെ സ്ഥലത്തിരിക്കുന്ന കാല് വയ്യാത്ത കൊച്ചു. 4 കാല് വയ്യ. ഇവിടെ ഒരാള് ഫ്രണ്ട്സിന്റെ ഒപ്പം പോയിട്ട് അമ്മയെ പേടിച്ചേക്കാണ്. അമ്മയെ പേടിച്ച് നിൽക്കണം. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ വാട്ടർ മെട്രോ കയറി ഇറങ്ങി എത്തിയിരിക്കുകയാണ്. ഇനി ഫോർട്ട് കൊച്ചി കാഴ്ചകളാണ് ഫുൾ. ഇറങ്ങി ഗൈസ്. കടയൊക്കെ ഉണ്ട്. ഇതാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. നമ്മുടെ ഭംഗിയുള്ള ഫോർട്ട് കൊച്ചി ബീച്ചാണിത്.
കണ്ടല്ലോ, ഇത്രയും ഭംഗിയുള്ള ബീച്ച് നമുക്ക് വേറെ എവിടെയും കാണാൻ കിട്ടത്തില്ല. അതെ, ഇതൊക്കെ ഫോട്ടോ ഇവന് 40 മണിക്കൂറൊക്കെ സർവീസ് ചെയ്തേക്കണം. ഐ മീൻ സോഷ്യൽ വർക്ക് ചെയ്തേക്കുന്ന എൻ്റെ അസൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ ഡിഗ്രിയിലെ. അപ്പോൾ സോഷ്യൽ വർക്ക് ചെയ്ത ബീച്ചാട്ടോ അത്. കണ്ടോ അതിൻ്റെ അവസ്ഥ കണ്ടോ? എന്താണ് ഈ ബീച്ചിനെ പറ്റി പറയാൻ? ഞങ്ങൾ കാരണമാണ് ഇതിൻ്റെ പകുതിയെങ്കിലും ഇത്രയും നന്നായിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ ഇതിനേക്കാളും വൃത്തികേടായാൽ. അതെ, എന്ത് ചെയ്യാൻ, പബ്ലിക് പ്ലേസ് അല്ലേ, ഇന്ത്യൻസ്. എന്തായാലും അവസ്ഥ ഉണ്ടാവും. പ്രശ്നമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണേ. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇൻസ്പയർ ആയിട്ട് ക്ലീൻ ചെയ്യാൻ വല്ല തീരുമാനം എടുക്കുകയാണെങ്കിൽ നിഷ്കുവിനെ കോൺടാക്ട് ചെയ്യാം. യെസ്, എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡെർക്കിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ വേറെ ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യാം. അത്രയും പോക്കണം. അതെ, കുറച്ചു നേരം കായലും കടലും ആസ്വദിച്ചിട്ട് വരാം. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ നമ്മുടെ ചേട്ടന്മാര്, കൊച്ചി ചേട്ടന്മാര്, മട്ടാഞ്ചേരി ചേട്ടന്മാര്, ഇവിടെ ഫോട്ടോ വെച്ച ചേട്ടന്മാര് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. മീനൊക്കെ പിടിക്കണ കണ്ടിട്ട് നമുക്ക് നോക്കാം. ഒന്നുകൂടി പറഞ്ഞു. ഇതൊക്കെ വന്നു കേട്ടാ. പഞ്ഞി മറ്റേ പാട്ടിടാം. Yes, Gayu and me on the frame. അതെ അതെ അതെ. നിഷ്കു എനിക്ക് ഭയങ്കര സങ്കടം അറിഞ്ഞപ്പോ എന്നെ സർപ്രൈസ് ചെയ്യാൻ സർപ്രൈസ് ചെയ്ത് സങ്കടമായിരുന്നു എനിക്ക്. ഡാൻസും കൊളായിരിക്കുമായിരുന്നു. ഡാൻസ് കൊളമൊന്നുമല്ലായിരുന്നു. അപ്പോൾ ഫോട്ടോ ഫ്ലെക്സിങ്ങൊക്കെ കഴിഞ്ഞു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞതാണ് ഞങ്ങളുടെ വിശ്വാസം. അടുത്ത ആൾക്കാർ ഫ്രെയിം തപ്പി നടപ്പുണ്ട്. ഫ്രെയിം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇനി അടുത്ത ഫോട്ടോഷൂട്ട് തുടങ്ങും. അടുത്ത ഷൂട്ട് ഫ്രെയിം ഉച്ചയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഒരു 4 മണി 4:30 കഴിയുമ്പോഴായിരിക്കും മെയിനായിട്ട് തിരക്കൊക്കെ കൂടാം. ഇവരാണ് ബാക്ക്ഗ്രൗണ്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോഷൂട്ടേഴ്സ്. വി ആർ ഗോയിങ് ബാക്ക് റൈറ്റ്. അതെ, ഡേറ്റ് 1 ഓൾമോസ്റ്റ് എൻഡ്. ഡേ 1 ആണ്. ഇന്നലെ 0. മനസ്സിലായോ? നമുക്ക് ഈ പ്രാവശ്യം മിക്കവാറും സീറ്റ് കിട്ടും. തിരക്കുണ്ട്. ഇതാണ് തിരക്ക്. ഇതാണ് തിരക്ക്. നോക്കി, ഫോർട്ട് കൊച്ചിക്ക് പോകുന്ന തിരക്കാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ തിരിച്ചെത്തി. പക്ഷെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കൂ. എൻ്റെ പൊന്നോ, പുറത്തോട്ടും ഉണ്ട്. ഇവിടെ യോവിൻ്റെ ഒറിജിൻ കണ്ടുപിടിച്ചിട്ട് പോയാലോ. അതെ, ലോഫി. എക്സ്പീരിയൻസ് പറ. വളരെ ഹാപ്പിയാണ്. SHലെ കൂട്ടുകാരുമായി ഫോട്ടോ വെച്ച് കാണാൻ പോയി. ഇറ്റ്സ് ഗുഡ്. പിന്നെ ഇനി ബിരിയാണി കഴിക്കാൻ പോണു. അത് കൂട്ടായിരിക്കുമല്ലോ. ബിരിയാണി കിട്ടുവാണെങ്കിൽ അത് നൈസായിരിക്കും. ക്യാമറമാനും ഇവിടെ മര്യാദക്ക് വഴിയുണ്ട് പിള്ളേരെ. നിങ്ങൾ എന്തിനാണ് കിട്ടി. ഞങ്ങളിപ്പോ എവിടെയാണെന്നറിയോ? നമ്മളിപ്പോ ബ്രോഡ്വേ ആണ്. ബ്രോഡ്വേ കാണിച്ചു തരാം. തിരിക്കും.
എവിടെയാണ്? നമ്മളിപ്പോ സിലോൺ റെസ്റ്റോറന്റിലാണ്. ബിരിയാണി, ചിക്കൻ ബിരിയാണി ഗായി പറഞ്ഞു ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണെന്ന് പറഞ്ഞു. എനിക്കും ഇവിടുത്തെ ബിരിയാണി ഇഷ്ടപ്പെട്ടു. ഇന്നലെ മന്തി കഴിച്ചു എടുത്തോണ്ട് ഇന്ന് ഇന്നലെ മന്തി ഇന്നലെ ഷവായി കഴിച്ചു എടുത്തോണ്ട് ഇന്ന് ബിരിയാണി കഴിക്കാൻ വന്നു. ഞാനും പേർക്കും ഫുൾ ബിരിയാണി, ഇവർ രണ്ടുപേരും ഹാഫ്. അതിനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടാ. നമ്മുടെ ഫുൾ ബിരിയാണി. ഒരു മിനിറ്റ്, ഞാൻ അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കാം. അച്ചാർ അടിപൊളിയായിരിക്കും അല്ലേ? അച്ചാറിന്റെ റിവ്യൂ അല്ലേ പറയാൻ പറഞ്ഞു? അല്ല, ബിരിയാണി മൊത്തത്തിൽ സൂപ്പറാണ്. മലബാരി ടച്ച് ഇല്ലെങ്കിലും കൊള്ളാം, അടിപൊളി. ഉണ്ടോ? അപ്പം എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അവിടെ ചോദിക്കണം. എല്ലാവരും വരാൻ സിലിയോണി വരാം. ഒഫീഷ്യൽ പ്രൊമോഷൻ ഒന്നും അല്ല എന്നാലും അല്ലേ? അതന്നെ. നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയല്ലോ. നല്ല ബിരിയാണി കഴിച്ചു, നിറഞ്ഞിറങ്ങി. നേരം മറൈൻ ഡ്രൈവിൽ പോയി ഇച്ചിരി നേരം ചില്ലി, കുത്തിക്കഴപ്പ്. അതെ, വെറുതെ ചില്ലിങ് വായനോട്ടം. അതാണ് നിസ്കുവിൻ്റെ അടുത്ത. എല്ലാവരും ഫോട്ടോ വെച്ചില്ല. അതെ, എല്ലാവരും ഫോട്ടോ വെച്ചില്ല. മറൈൻ ഡ്രൈവിൽ ആരും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇച്ചിരി നേരം അവിടെ പോയിട്ട് ഇരുന്നിട്ട് നിസ്കു എങ്ങോട്ട് പോകുന്നു? പറവൂര് ആൻറ്റിയുടെ വീട്ടിലോട്ട് പോകുന്നു. പറവൂര് പോകുന്ന ടൈമിൽ ഞാൻ സൈൻ ഓഫ് ചെയ്യും. പിന്നെ നിസ്കു തന്നെ വ്ളോഗ് എടുക്കും അല്ലേ നിസ്കു? അതെ, ഇന്നും മിക്കവാറും സ്റ്റേ തന്നെ ആയിരിക്കും. 3 ദിവസം എറണാകുളത്ത് അടിച്ചു പൊളിക്കുന്നു. ലയ വീട്ടിൽ പോയി കഴിച്ചു. സാൻഡ്ര മാത്രം ഞങ്ങൾ പോവുകയാണ്. ഒഫീഷ്യൽ ക്യാമറാമാൻ സൈനിങ് ഓഫ് ഔട്ട്. കൂലി ഒന്നും കിട്ടിയില്ല. അത് കൂലി ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക്. അത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ അതെ. എന്താണ് ഇവരോട് ബൈ ബൈ പറഞ്ഞു? ബൈ ബൈ. സാന്ദ്രയും പോവാ. ബൈ ബൈ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ചാലക്കുടിയിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷം കൂട്ടുകാരുടെ ഒപ്പം നല്ലതായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.